ഹലോ, വെൽക്കം ടു മൈ ചാനൽ കിമയ. അപ്പം ഞാനിന്ന് ഒരു എയർലൈൻ ചുരിദാറാണ് കട്ട് ചെയ്യുന്നത്. യൂണിഫോം ചുരിദാറാണ്. അപ്പം ഞാൻ അതിൻ്റെ അളവുകൾ പറയാം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പം നമ്മൾ എയർലൈൻ ചുരിദാറിന് 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പം 45 നമുക്ക് എടുക്കേണ്ടത്. തുണി നോക്കിയിട്ട് വേണം, നമ്മൾ 3-4 സെറ്റൊക്കെ തരികയാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ 44 എടുക്കുന്നുള്ളൂ. കാരണം തുണി ചിലപ്പം തികയാതെ വരും, സ്ലീവിന് വേണം, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഇറക്കണില്ല, ബാക്ക് അധികം ഇറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡർ 15 ഇഞ്ചാണ്, 15.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് 7.25 കേട്ടോ. 7.25 ഷോൾഡർ എടുത്തു. അത് തന്നെ ഞാൻ താഴേക്ക് എടുത്തു. ഓക്കെ, 7.25 ഷോൾഡർ എടുത്ത് അത് തന്നെയാണ് ഞാൻ കൈക്കുഴി താഴ്ച എടുത്തത്. കാരണം ഇതിൻ്റെ കഴുത്ത് ഇറക്കം കുറവാണ്, ബാക്കിനൊക്കെ ഇറക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റാണ് നമുക്ക് നോക്കേണ്ട. ബെസ്റ്റ് 37ആണ്. 37ൻ്റെ കൂടെ നമ്മൾ 8 ആഡ് ചെയ്യുക. 8 ആഡ് ചെയ്യുമ്പോൾ 37ഉം 8 45ആണ് വരുന്നത്. അപ്പം നമുക്ക് 45ൻ്റെ 4-1 കാണുക. 45ൻ്റെ 4-1 പറയുമ്പോൾ 11.25. 11.25 എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 32ആണ്. അപ്പം 32ഉം 8ഉം 40 വരുന്നത്. 40ൻ്റെ 4-1 എന്ന് പറയുമ്പോൾ 10. ഓക്കെ, പിന്നെ നമ്മൾ ഈ ബോട്ടത്തിൻ്റെ റൗണ്ട് എടുക്കുന്നത്, എയർലൈൻ ആകുമ്പോൾ നമുക്ക് ബോട്ടത്തിൻ്റെ റൗണ്ട് വേണം. റൗണ്ട് എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ അതിൻ്റെ കൂടെ 30 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 36ആണ്. 36ൻ്റെ കൂടെ 30 കൂട്ടിയാൽ വരുന്ന 66ആണ്. 66നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമുക്ക് എടുക്കേണ്ട ബോട്ടം റൗണ്ട് കേട്ടോ. 66നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ബോട്ടം റൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ 17 നമുക്ക് എടുക്കാം കേട്ടോ. 17 18 എടുത്താലും കുഴപ്പമില്ല, എന്നാലും ഞാൻ 17ആണ് എടുക്കുന്നത്. ഓക്കെ, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി വൃത്തികേടായിട്ടിരിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ ഇവിടെ നിന്നാണ് ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. കഴുത്തകലം നമ്മൾ സ്റ്റിഫിലാണ് എടുക്കുന്നത്. അപ്പോൾ കഴുത്തകലം എടുക്കുന്നത് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് അധികം ഇറക്കണില്ല, ബാക്ക് 2 ഇഞ്ച് ഇറക്കുന്നുള്ളൂ. ഓക്കെ, ഫ്രണ്ട് നമുക്ക് വരുന്ന സ്ക്വയർ നെക്കാണ്. അപ്പോൾ അത് ഞാൻ സ്റ്റിഫയിലാണ് കട്ട് ചെയ്യുന്നത്. 5.5 വരുള്ളൂ കേട്ടോ. തോൾ ചെരുവ് കൊടുക്കുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ഓക്കെ, ഫ്രണ്ട് കുഴിച്ചു കൊടുക്കുക, ബാക്ക് ഇങ്ങനെ എടുക്കുക. ഇനി പോക്കറ്റ് നമുക്ക് വേണമെങ്കിൽ, ഇതിന് നമുക്ക് പോക്കറ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നൊരു ഇവിടാണ് നമുക്ക് കണ്ടോ ഒരു 17 ഇഞ്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണല്ലോ വര വരുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നത്, അതായത് താഴോട്ടുള്ള സ്ലോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 18 ഇഞ്ച്, ഇതാണല്ലോ 18 ഇഞ്ച് വരുന്നത്. ഈ 18 ഇഞ്ച് എടുക്കുക. 18 ഇഞ്ച് എടുത്തിട്ട് കണ്ടോ 18 ഇഞ്ചിലാണ് ഞാനിത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിതൊരു 6 ഇഞ്ച് മതി. ഇവിടെ 1/2 ഇഞ്ച് വിടുക. അതുപോലെ തന്നെ നമുക്കൊരു 6.5 എടുക്കാം.
എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോക്കറ്റായി. ഇതിപ്പോൾ രണ്ട് സൈഡിലും പോക്കറ്റ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കണ്ടല്ലോ. പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ചുരിദാറിന്റെ അളവുകളെല്ലാം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് എലൈൻ. പോക്കറ്റ് എടുത്തത് കണ്ടല്ലോ. ഇപ്പൊ ചുരിദാറിന്റെ കൂടെ നമ്മൾ ചെസ്റ്റിന്റെ കൂടെ 8 ഇഞ്ചാണ് കൂട്ടുന്നത്, വേസ്റ്റിന്റെ കൂടെ 8 കൂട്ടിയേക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ഇവിടെ ബോട്ടം റൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ അതിന്റെ കൂടാണ് നമ്മൾ 30 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ബോട്ടം കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നൈറ്റിക്കും ബോട്ടം എടുക്കുന്നത് കേട്ടോ. കഴുത്തകലം എടുത്തത് ഞാൻ 3.5 കാരണം ബാക്ക് ഇറങ്ങുന്നില്ല, അതുകൊണ്ട് 3.5 എടുത്തു. പിന്നെ ഫുൾ ഷോൾഡർ ആണ് എടുത്തിട്ടേക്കുന്നത്. ഫുൾ ഷോൾഡർ ആണ് ആം ഹോളും എടുത്തേക്കുന്നത്. ഫ്രണ്ട് കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ പോക്കറ്റ് വെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് വിട വിട്ട് വേണം എടുക്കാൻ കേട്ടോ. കുറച്ച് ഇതുപോലെ ഇങ്ങനെ വിട വിട്ട് കൊടുക്കണം. എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കും. ഇവിടെ വിടവ് വരണം. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? അതിനുശേഷം കണ്ടോ, നമ്മൾ പോക്കറ്റോട് കൂടി തന്നെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇപ്പൊ തിരക്കായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടാൻ പറ്റുന്നില്ല. തയ്ക്കുന്നത് മാത്രമാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം.